next topic, structure and union. Okay, അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് സ്ട്രക്ചർ ആൻഡ് യൂണിയൻ. അതിൽ ആദ്യം കാണുന്നത് സ്ട്രക്ചർ. സ്ട്രക്ചർ മീൻസ് ഇറ്റ്സ് ഓൾമോസ്റ്റ് സിമിലർ ടു അറേ. അറേ പോലെ തന്നെയാണ്. അറേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് എലമെന്റ്സ് ഓഫ് സെയിം ടൈപ്പ് ആണ്. സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് എലമെന്റ്സ് ഓഫ് ഡിഫറെന്റ് ടൈപ്പ്. ഡിഫറെന്റ് ടൈപ്പ് ആണെങ്കിലും ലോജിക്കലി റിലേറ്റഡ് ആയിരിക്കണം. സോ നമുക്ക് എക്സ്പ്ലനേഷൻ പറയാം, ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് എലമെന്റ്സ് ഓഫ് it's a collection of logically related elements of different type, okay, under a common name, and these elements are stored in continuous memory locations. Okay, ഇനി ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യാൻ നോക്കാം. നമുക്ക് സിന്റാക്സ്, struct എന്നൊരു കീവേഡ് വേണം. then structure tag, so this is the syntax of a structure. ഇവിടെയുള്ളത് ഒരു സ്ട്രക്ചർ എന്നുള്ള കീവേഡ് ആണ്. പിന്നെയുള്ള സ്ട്രക്ചർ ടാഗ്. സ്ട്രക്ചർ ടാഗ് ആണ് നെയിം ഓഫ് സ്ട്രക്ചർ. ദെൻ അതിനുള്ളിലാണ് നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് എന്ന് പറഞ്ഞു. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് എലമെന്റ്സ് ഓഫ് ഡിഫറെന്റ് ടൈപ്പ് ആണ്. ആ ഡിഫറെന്റ് ടൈപ്പിലുള്ള എലമെന്റ്സ് നമ്മൾ ഇതിനുള്ളിലാണ് എഴുതുക. അതാണ് ഞാൻ ഡാറ്റ ടൈപ്പ് വേരിയബിൾ 1, ഡാറ്റ ടൈപ്പ് വേരിയബിൾ 2 എക്സെട്ര. എത്ര ഡാറ്റ ടൈപ്പും എത്ര വേരിയബിൾസ് വേണമെങ്കിൽ നമുക്ക് ഇത് ഡിക്ലെയർ ചെയ്യാം. ദെൻ ബ്രേസ് ക്ലോസ് ചെയ്ത് സെമിക്കോളൻ. ഇനി ഇതിനെ പറയുന്ന പേരാണ് സ്ട്രക്ചർ നമ്പേഴ്സ്. Okay, so this is the syntax of declaring അല്ലെങ്കിൽ defining a structure. Okay, defining a structure. ഇനി ഇത് ഒരു ഡാറ്റ ടൈപ്പ് ആണ്. സ്ട്രക്ചറിനെ നമ്മൾ ഇറ്റ്സ് എ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് എന്ന് പറയും. So user defined data type. Structure is a user defined data type. നമ്മളായി ഡിഫൈൻ ചെയ്യാണ് ഡാറ്റ ടൈപ്പ്, പുതിയ ഡാറ്റ ടൈപ്പ്. ഓക്കെ, പല ഡാറ്റ ടൈപ്പുകൾ കൂടിയിട്ടുള്ള പുതിയ ഡാറ്റ ടൈപ്പ് നമ്മൾ ഡിഫൈൻ ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ ആയിട്ടുള്ളൂ, അതിൻ്റെ ഒരു ഡെഫിനിഷൻ ആയിട്ടുള്ളൂ. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു വേരിയബിൾ, ഓക്കെ, സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. സ്ട്രക്ചർ വേരിയബിൾ. സോ മാർക്കത് ദിസ് ഇസ് ദ സിന്റാക്സ് ഓഫ് സ്ട്രക്ചർ ഡെഫിനിഷൻ. ഓക്കെ, സിന്റാക്സ് ഓഫ് structure definition. ഇനി അതിൻ്റെ എക്സാമ്പിൾ ഞാൻ കാണിക്കാം. എക്സാമ്പിൾ, ഇപ്പോൾ നമുക്കറിയാം ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പല ഡിഫറെൻറ്റ് എലമെൻറ്റ്സ്, അതിൽ ഐറ്റംസ് ഉണ്ടാവും. നെയിം ഉണ്ടാവും, അതുപോലെ റോൾ നമ്പർ ഉണ്ടാവും, അതുപോലെ തന്നെ ഏജ് ഉണ്ടാവും, ജെൻഡർ ഉണ്ടാവും. ഇങ്ങനെ പല ഡീറ്റെയിൽസും പല ഡാറ്റ ടൈപ്പുകളായിരിക്കും. ഇതെല്ലാം കൂടി നമുക്ക് കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ സ്ട്രക്ചർ ആക്കി മാറ്റാം. എക്സാമ്പിൾ സ്ട്രക്ചർ. ഓക്കെ, ഞാൻ സ്ട്രക്ചറിൻ്റെ പേരായിട്ട് സ്റ്റുഡൻറ്റ് കൊടുക്കുകയാണ്. സ്റ്റുഡൻറ്റ് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കൊടുക്കുകയാണ് ഏജ്, റോൾ നമ്പർ വേണം, നെയിം. ഒരു നെയിം സ്റ്റോർ ചെയ്യാൻ നമുക്കറിയാം നെയിം സാധാരണ നെയിം ഓഫ് 10. ഓക്കെ, ദെൻ ഞാൻ ഒരു ജെൻഡർ, ജെൻഡർ ഇത്രയാണ് ഞാൻ കൊടുക്കുന്നുള്ളൂ. സോ ദിസ് ഇസ് ദ എക്സാമ്പിൾ ഫോർ എ സ്ട്രക്ചർ. സ്ട്രക്ചറിൻ്റെ പേര് സ്റ്റുഡൻ്റ് എന്നാണ്. അതിൽ 3 സ്ട്രക്ചർ നമ്പേഴ്സ് ആണുള്ളത്. ഒന്ന് റോൾ നമ്പർ, അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഇൻറ്റ്, പിന്നെ നെയിം, അതിൻ്റെ ഡാറ്റ ടൈപ്പ് കെയർ, ദെൻ ജെൻഡർ, അതിൻ്റെ ഡാറ്റ ടൈപ്പ് കെയർ. ഓക്കെ, ഇങ്ങനെ ഒരു ഡാറ്റ ടൈപ്പ് നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. ഓക്കെ,
ഡിക്ലെയർ ചെയ്താൽ മാത്രമേ അതിലേക്ക് വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ഡാറ്റ ടൈപ്പ് മാത്രം ഉണ്ടാക്കിയിട്ടുള്ളൂ, അതായത് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് മാത്രം ഉണ്ടാക്കിയിട്ടുള്ളൂ. ഈ ഡാറ്റ ടൈപ്പിൽ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം, എങ്കിൽ നമുക്ക് ഈ എലമെന്റ്സ് എല്ലാം സ്റ്റോർ ചെയ്യാൻ പറ്റും. സോ എങ്ങനെയാണ് ഒരു വേരിയബിൾ ഡിക്ലറേഷൻ നോക്കാം. Syntax, structure tag, then variable. Example പറയുകയാണെങ്കിൽ നേരത്തെ നമ്മൾ ഉണ്ടാക്കിയ സ്ട്രക്ട്, then സ്ട്രക്ചർ ടാഗ് നമ്മൾ നേരത്തെ കൊടുത്ത സ്റ്റുഡൻറ്റ് S1. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഇത് ഓൾറെഡി നമ്മൾ ഉണ്ടാക്കിയ ഡാറ്റ ടൈപ്പാണ് സ്ട്രക്ട് സ്റ്റുഡൻറ്റ് എന്നുള്ളത്. ഓൾറെഡി നമ്മൾ ഉണ്ടാക്കിയ ഡാറ്റ ടൈപ്പാണ്, അത് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ്. ആ ഡാറ്റ ടൈപ്പിൽ നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അപ്പോൾ സ്വാഭാവികമായും നമുക്കറിയാം വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിന് മെമ്മറി അലോക്കേറ്റ് ചെയ്യും. അപ്പോൾ S1 എന്നുള്ള വേരിയബിളിനെ എങ്ങനെയാണ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് നോക്കാം. S1 എന്നുള്ളതിന് മെമ്മറി അലോക്കേറ്റ് ചെയ്യുമ്പോൾ ആ ഡാറ്റ ടൈപ്പിലുള്ള വാല്യൂസ് എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് റോൾ നമ്പർ, ഇൻഡിജറിന് സാധാരണ 4 ബൈറ്റ് ആണ്. സോ ഒരു 4 ബൈറ്റ് റോൾ നമ്പർ എന്നുള്ള പേരിൽ അലോക്കേറ്റ് ചെയ്യും. ഇനി നമ്മൾ ആ സിന്റാക്സ് എക്സാമ്പിൾ കൊടുത്തത് ഒരു 10 ബൈറ്റ് നെയിം എന്നുള്ള പേരിൽ അലോക്കേറ്റ് ചെയ്യും. ഇനി വീണ്ടും ഒരു 1 ബൈറ്റ് ജെൻഡർ സ്റ്റോർ ചെയ്യാം. സോ ഇങ്ങനെയാണ് S1 മെമ്മറി അലോക്കേറ്റ് ചെയ്യുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ നോക്കി ഒരു സ്റ്റുഡന്റിന്റെ റോൾ നമ്പർ, നെയിം, ജെൻഡർ എല്ലാം അടുത്തടുത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതിന് ഡാറ്റ ടൈപ്പ് ഡിഫറെന്റ് ആണ്. അപ്പൊ ഇതാണ് സ്ട്രക്ചറുടെ ഒരു ബെനിഫിറ്റ്. അതായത് ടൈപ്സ് ഓഫ് എലമെന്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പൈൻ ചെയ്ത് നമുക്ക് കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഈ ഒരു ലൊക്കേഷൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഈ വേരിയബിളിന്റെ പേര് S1 ഡോട്ട് റോൾ നമ്പർ, ഈ ഒരു ലൊക്കേഷൻ നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? S1 ഡോട്ട് നെയിം. ഈ ഒരു ലൊക്കേഷൻ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? S1 ഡോട്ട് ജെൻഡർ. സോ ഇങ്ങനെയാണെന്ത് നമ്മൾ ഈ ഓരോ ലൊക്കേഷനെയും ഐഡന്റിഫൈ ചെയ്യാം. വളരെ ഈസിയാണ്. നമുക്ക് ഇനി വാല്യൂസ് അതിലേക്ക് കൊടുക്കാനായിട്ട് വളരെ ഈസിയാണ്. ജസ്റ്റ് ആ ലൊക്കേഷൻ ഐഡന്റിഫൈ S1 ഡോട്ട് റോൾ നമ്പർ. ഓക്കെ, അപ്പോൾ മറക്കണ്ട S1 ഇതിനാണ് നമ്മൾ സ്ട്രക്ചർ വേരിയബിൾ വിളിക്കുക. ഓക്കെ, ദിസ് ഈസ് കോൾഡ് S1, ദിസ് ഈസ് കോൾഡ് സ്ട്രക്ചർ വേരിയബിൾ. ഓക്കെ, അപ്പോൾ നമുക്കൊരു സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലായി, ആ സ്ട്രക്ചർ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ മനസ്സിലായി. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ആണ്. അപ്പോൾ ആ സ്ട്രക്ചർ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ മനസ്സിലായി. അതുപോലെ തന്നെ ഒരു സ്ട്രക്ചർ വേരിയബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുമെന്ന് മനസ്സിലായി. സ്ട്രക്ചർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെങ്ങനെയാണ് മെമ്മറി അലോക്കേഷൻ എന്നും നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഈ മെമ്മറിയിലേക്ക് വേരിയബിളിൽ വാല്യൂ ഇനീഷ്യലൈസ് അസൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനീഷ്യലൈസേഷൻ ചെയ്യാൻ പറ്റും നോക്കാം. Structure variable initialization. Okay, next one, structure variable initialization. നമുക്കറിയാം ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിലേക്ക് വാല്യൂ അസൈൻ ചെയ്യാം. വേരിയബിൾ ഡിക്ലറേഷൻ നമ്മൾ നേരത്തെ കണ്ടതാണ്. ആ എക്സാമ്പിൾ നമ്മൾ മുന്നോട്ട് എഴുതാണ്. സ്ട്രക്ട് സ്റ്റുഡന്റ് S1, ഇതാണ് ഡിക്ലറേഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ സമയത്ത് S1 എന്നുള്ള പേരിൽ മെമ്മറി അലോക്കേറ്റ് ചെയ്യും, 3 ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആദ്യത്തത് 4 ബൈറ്റ് റോൾ നമ്പർ, പിന്നത്തെ 10 ബൈറ്റ് നെയിം, ദെൻ 1 ബൈറ്റ് ജെൻഡർ. ഇങ്ങനെ അസൈൻ ചെയ്യുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഈ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ അതിലേക്കുള്ള വാല്യൂ കൊടുക്കണം. വാല്യൂ കൊടുക്കാൻ നല്ല ശ്രദ്ധിക്കുക. നമ്മൾ ചെയ്തതാണ് ഒരു പ്ലേസ് ഇടുക, എന്നിട്ട് റോൾ നമ്പർ 101, നെയിം രാജു, gender male. So this is the method for initialize value. അപ്പോൾ ഈ 101 എന്നുള്ളത് S1 ന്റെ റോൾ നമ്പർ എന്നുള്ള ഭാഗത്ത് സ്റ്റോർ ആവും. രാജു എന്നുള്ളത് നെയിമിൽ പോയി സ്റ്റോർ ആവും. ജെൻഡർ എന്നുള്ളത് നെയിമിൽ ഇവിടെ സ്റ്റോർ ആവും. So this is the method for initializing a structure variable. Initializing a structure variable വളരെ ഈസിയാണ്. ഒരു റേസിന്റെ ഉള്ളിലാണ് വാല്യൂ നമ്മൾ കൊടുക്കണം. Okay, that is called a structure variable initialization. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു
ഈ സ്ട്രക്ചർ വേരിയബിൾ സ്ട്രക്ചർ എലമെന്റ്സ് ഓക്കെ ഈ എങ്ങനെയാണ് നമ്മൾ ആക്സസ് ചെയ്യാമെന്ന് നോക്കാം. അതിൽ ചെറിയൊരു പ്രോഗ്രാം ലെവലിൽ നമുക്ക് നോക്കാം. ഞാൻ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാണ്. സ്ട്രക്ട് സ്റ്റുഡൻറ് ഇൻഡ് റോൾ നമ്പർ കെയർ നെയിം ഇത് രണ്ടും ഞാൻ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, ഇതിന് നമുക്ക് ഒരു കാര്യം പറയാം. ഇത് array within structure എന്ന് പറയാം. ഓക്കെ, സ്ട്രക്ചറിനുള്ളിൽ നമ്മൾ array ക്രിയേറ്റ് ചെയ്തതാണ്. സോ ദിസ് ഈസ് ഓൾസോ കോൾഡ് array within a structure. Okay, this is called array within a structure. Okay, ഇനി ഇപ്പോൾ ഞാനൊരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, നമുക്കറിയാം സ്ട്രക്ട് സ്റ്റുഡൻറ് ഞാൻ S1. ഓക്കെ, ഇങ്ങനെ പറയുമ്പോൾ മെമ്മറി ലൊക്കേഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞാണ്. ഇനി നമുക്ക് സാധാരണ പ്രോഗ്രാമിൽ നമ്മൾ റീഡ് ചെയ്യുന്ന പോലെ നമ്മൾ ഇനീഷ്യലൈസേഷൻ ലെവലിൽ നമ്മൾ അസൈൻ ചെയ്തു. ഇനി നമുക്ക് യൂസറിൻ്റെ അടുത്ത് നിന്ന് ഓരോ വാല്യൂ ബൈ വാല്യൂ റീഡ് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കുന്നത്. ഓക്കെ, അതിന് നമ്മൾ സാധാരണ പോലെ തന്നെ പ്രിൻ്റ് enter the details, scanf സാധാരണ റീഡ് ചെയ്യുന്ന പോലെ scanf എന്തൊക്കെയാണ് റോൾ നമ്പർ റീഡ് ചെയ്യണം, അതിന് %d, then നെയിം റീഡ് ചെയ്യണം %s. ഓക്കെ, then ഫസ്റ്റ് റോൾ നമ്പർ റീഡ് ചെയ്യണം. നമ്മൾ പറയുന്നത് s1 ഡോട്ട് റോൾ നമ്പർ. ഓക്കെ, സോ ആംപർസാൻഡ് s1 ഡോട്ട് റോൾ നമ്പർ കോമ അടുത്തത് നെയിം ആണ് റീഡ് ചെയ്യേണ്ടത്. നെയിം റീഡ് ചെയ്യുമ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ആൻസർ സിമ്പിൾ ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് s1 ഡോട്ട് നെയിം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കും എൻ്റർ ഡീറ്റെയിൽസ്. നമ്മൾ കൊടുക്കുന്ന ആദ്യത്തെ റോൾ നമ്പർ എന്നുള്ളത് റോൾ നമ്പർ എന്നുള്ള ആ ലൊക്കേഷനിൽ പോയി സ്റ്റോർ ആവും. നെയിം എന്നുള്ളത് നെയിം എന്നുള്ള ലൊക്കേഷനിൽ സ്റ്റോർ ആവും. അത്രയേ ഉള്ളൂ. ഓക്കെ, അതിന് റീഡ് ചെയ്ത് കാര്യം ജസ്റ്റ് പ്രിന്റ് ചെയ്യണം. ഇതേപോലെ തന്നെ പ്രിന്റ് ഓഫ് %d %s s1 dot roll number comma s1 dot name മെയിൻ ക്ലോസ്. അത്രയേ ഉള്ളൂ. ഒരു ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു സ്ട്രക്ചർ വേരിയബിളിലേക്ക് ഇനീഷ്യലൈസ് ചെയ്യുന്ന മെത്തേഡാണ് ഇത്. ഡയറക്റ്റ് യൂസർ അടുത്ത് വാല്യൂ റീഡ് ചെയ്യണം. ഓക്കെ, പ്രധാന റീഡ് ചെയ്യുന്ന പോലെ സ്കെയിലർ %d %s. ഓക്കെ, ഒന്നാമത്തെ ലൊക്കേഷനിലേക്ക് s1 ഡോട്ട് റോൾ നമ്പർ റീഡ് ചെയ്തു, റോൾ നമ്പർ ലൊക്കേഷനിലേക്ക് റീഡ് ചെയ്തു. ഓക്കെ, നമുക്കറിയാം ഇവിടെ s1 എങ്ങനെ ഉണ്ടാവുക, 2 1 റോൾ നമ്പർ 1 നെയിം. അപ്പോൾ ഫസ്റ്റ് സ്കാനർ ആംപർസാൻഡ് s1 ഡോട്ട് റോൾ നമ്പർ പറയുമ്പോൾ ഈ ലൊക്കേഷനിലേക്ക് റീഡ് ചെയ്യും. ദെൻ %s s1 ഡോട്ട് നെയിം പറയുമ്പോൾ നെയിം ലൊക്കേഷൻ റീഡ് ചെയ്യും. അത് ജസ്റ്റ് പ്രിന്റ് ചെയ്യും. സോ ദിസ് ഈസ് സിമ്പിൾ മെത്തേഡ്. വെരി ഈസിയാണ് ഒരു സ്ട്രക്ചർ വേരിയബിളിലേക്ക് വാല്യൂ റീഡ് ചെയ്യാൻ. ഓക്കെ, ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ദിസ് ഈസ് കോൾഡ് array within structure. array within structure. ഇനി നമുക്ക് ഇവിടെ പറയാനുള്ളത് array of structures. Okay, this is one first.